ഇത് നമുക്ക് 5.25 ലക്ഷം രൂപ കൊടുത്തേക്കാം. 5,75,000 കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ആലോചിക്കണം, 2018 ഡെൽറ്റ വെറും 30,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ് 5,75 വരുന്നത്. അത് നെഗോഷ്യബിൾ ആണോ? 20 വണ്ടി 5,30,000 നമുക്ക് കൊടുക്കാം. ഏറെക്കുറെ 5 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം. 12,70,000. നിങ്ങൾ ആലോചിക്കണം, ഏകദേശം നിങ്ങൾക്ക് ഒരു 7 ലക്ഷം രൂപ 19 ലക്ഷം രൂപ വിലയുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു ഫൈനൽ പ്രൈസ് ആണ് 7.25 ലക്ഷം രൂപ നേടാം. അപ്പൊ ഈ വണ്ടി നമുക്ക് 2,80,000 രൂപ കൊടുക്കാം. ഒരു 2.30, 2.30 വരെ നമുക്ക് ലോൺ കൊടുക്കാം. നമുക്കിത് 4,25,000 രൂപ കൊടുക്കാം. 2015 വണ്ടി 1.5 ഡീസൽ. 25,000 രൂപ കൊണ്ടുപോകാം. നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ അതും വേണ്ട, അതിലും കുറച്ച് നിങ്ങൾക്ക് വണ്ടി കയറി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. BXI ഒറ്റ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. RS എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ് കേട്ടോ. വിലയോ നമുക്കിതൊരു 5 രൂപ കൊടുത്തേക്കാം. 5,50,000. ശരിക്കും ഏകദേശം ഒരു വർഷം മുമ്പ് ഞാൻ ഈ ഒരു ഫ്രെയിമിൽ വന്ന് നിന്നിട്ട് ഈ ഒരു ഷോറൂം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഒരാൾക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് എന്താണെന്നുള്ളത്. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ടൊരു വീഡിയോ എടുക്കുമ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ ട്രസ്റ്റ് വാല്യൂ ആണ്. കൊല്ലത്താണ്. കൊല്ലത്ത് രണ്ടാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഏകദേശം ടൗണിന്, അതായത് ഈ രണ്ടാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലം ടൗണുമായിട്ട് 2 കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഏകദേശം ഒരുപാട് വീഡിയോസ് ഇവിടെ വന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാടധികം വണ്ടികൾ നമ്മൾ ഓൾ കേരള ലെവലിൽ ഒരുപാടധികം നമ്മുടെ വീഡിയോ കാണുന്നവർ വാങ്ങിയിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഇവർ വിറ്റതിലൊരു നല്ലൊരു ശതമാനം വണ്ടി നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ ആൾക്കാർ വന്നായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു 10 അടുത്ത് സ്വിഫ്റ്റ് കാണിച്ചു, എല്ലാം സെയിലായിട്ട്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് ശരിക്കും നമ്മൾ സാധാരണക്കാരെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവിധം ഏറ്റവും ക്വാളിറ്റിയുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വണ്ടി ഈ ഒരു എപ്പിസോഡിൽ വണ്ടീൻ്റെ വിലകളാണ് ഏറ്റവും വലിയ കാര്യം. സുഹൈൽ ബ്രോ, വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഞെട്ടിക്കോ? ഇന്ന് ഞെട്ടിക്കെന്ന് പറഞ്ഞാലേ ഇന്നത്തെ വീഡിയോക്കകത്ത് നമുക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് ഓഗസ്റ്റ് 17, 2023 നമ്മൾ ഈ ഷോറൂമിന്റെ ഉദ്ഘാടനം. അജുനറിയാം. അപ്പൊ അജു ഏറെക്കുറെ 19-ാം തീയതിയാണ് ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു വർഷം പൂർത്തിയാവുന്നതിന്റെ അനുബന്ധിച്ച് നമ്മൾ വണ്ടികളൊക്കെ, അതായത് നമുക്ക് ഇപ്രാവശ്യം വളരെ തുച്ഛമായ പ്രോഫിറ്റ്, ഒരു എന്താ പറയണേ, വളരെ തുച്ഛമായ പ്രോഫിറ്റ്. അത് വൈകാതെ കേൾക്കുമ്പോൾ പലർക്കും മനസ്സിലാവും. പിന്നെ ചില പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളുണ്ട്, അത് കസ്റ്റമർ ആസ്കിംഗ് പ്രൈസ് ആണ്. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ വണ്ടി മാക്സിമം നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ അത് കുറച്ച് കൊടുക്കും. അത്രയും വില പറയുന്ന വില ഫൈനലായിരിക്കും. ഇനി അതിനകത്ത് നമുക്കൊരു ചെറിയൊരു എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവരോട് നിങ്ങൾക്ക് വേറെ വർത്താനമില്ല, നമുക്ക് അത്രയും കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ എങ്ങനെയാകുമ്പോ എല്ലാ വണ്ടിക്കും ഞാൻ ഒരു 10,000 രൂപ കൂട്ടി പറഞ്ഞിട്ട് അജു പറയുമ്പോൾ ഞാൻ ഒരു 10 രൂപ പറ്റില്ല. ഏറ്റവും വില കുറച്ച് ഞാൻ കാണിച്ചാണ്. നിങ്ങൾക്ക് ആ വണ്ടികളുടെ വില കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു കിടിലൻ ഗിവ് അവേ വരുന്നുണ്ട് ഇവിടുന്ന്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളത് വൈകാതെ പറയുന്നതാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു വർഷം സക്സസ്ഫുള്ളി ഓടിയതിന്റെ ഭാഗമായിട്ട് നമ്മൾ അത് തീർച്ചയായിട്ടും കൊടുക്കും അല്ലേ? അത് വരും കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീലായിട്ട് വരും. അപ്പൊ അത് കയറി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നല്ല കിടിലൊരു സംഭവം വരുന്നുണ്ട്. കുറച്ച് നല്ല വണ്ടികൾ കാണിച്ചാലോ? തീർച്ചയായിട്ടും. ഇതല്ലേ കൂടുതൽ പറയുന്ന വണ്ടികളും കാണിച്ചു. ഓക്കെ, എന്തായാലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ, മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ ഷെയർ ചെയ്യാൻ പറയുന്നത് സാധാരണക്കാർ ഒരുപാട് പേര് വണ്ടി അന്വേഷിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും കയ്യിലേക്ക് ആ വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ്. കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. നല്ല ബഡ്ജറ്റ് പ്രൈസിൽ എടുക്കാൻ പറ്റുന്ന ഒരു ബലേനോ നമുക്ക് തുടങ്ങിപ്പോ അല്ലേ? അതെ. അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ബലേനോ, വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി, വളരെ വില കുറച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടി അല്ലേ? പിന്നെ മോഡൽ ഏതാ? 18 ഡെൽറ്റ സിംഗിൾ ഓണർ ആണ്. 30,000 കിലോമീറ്റർ. 30,000 ജെനുവിനായിരിക്കും അല്ലേ? വണ്ടി ബോഡി കണ്ടിട്ട് എങ്ങനെയുണ്ട്? വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഒരു കുഴപ്പമില്ല. ഇത് ഡെൽറ്റ ആണെങ്കിലും ഈ ക്ലൈമറ്റ് കൺട്രോൾ AC മുതൽ സകല സാധനങ്ങളും ഉണ്ടാവും. അതെ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒരു വകയില്ല. ഞാൻ നമ്പറൊക്കെ കാണിക്കുന്നുണ്ട്. KL 22L 8622 അല്ലേ? എടുത്തിട്ട് വന്നാൽ മതി. അതെ. ഈ ഫ്രണ്ടിൽ ബോർഡ് വെച്ചേക്കുന്നത് ഒരു പരസ്യത്തിന്റെ ഭാഗമായിട്ട് വെച്ചാട്ടോ, അല്ലാണ്ട് നമ്പർ നിങ്ങളെ കാണിക്കാതിരിക്കാനല്ല. ബാക്കിലെ നമ്പർ വെച്ചിട്ടുമില്ല, അത് വേണേ നോക്കിക്കോളൂ. പിന്നെ ഓടിയത് 30,000. പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ആർക്കുള്ള ഹിസ്റ്ററി ഒക്കെ എടുത്ത് ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. അതെ. നമ്മൾ സ്ഥിരം പറയുന്നത് ഒരു ആവർത്തന വിരസത ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളെ വാക്ക് വിശ്വസിച്ചെടുക്കണ്ട, നോക്കി നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. കാരണം ഈ യൂസ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ലേശം റേറ്റ് കൂടിയാലും നല്ല വണ്ടി എടുക്കുക, ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ലോണം നോക്കുക, ഈ വണ്ടിക്ക് പ്രശ്നമുണ്ടോ, കംപ്ലൈന്റ് ഉണ്ടോ, ചെക്ക് ചെയ്തെടുക്കുക. ഇത് രണ്ടും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അബദ്ധങ്ങളിൽ പോയി മനസ്സിലാവുന്നില്ലേ? പിന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനോട്. കാരണം ഇവിടെ ഒരു പൊട്ട വണ്ടി വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇവരുടെ കൊക്കി പിടിക്കും, പിന്നെ അലമ്പാവും ഒക്കെ പ്രശ്നമില്ല. അപ്പൊ അവരെ ചെയ്യൂല. ബാക്കി നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. മനുഷ്യന്മാരാണല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റാം. തീർച്ചയായിട്ടും. ഓക്കെ, ഇതിന് എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് 5.25 ലക്ഷം രൂപ കൊടുത്തേക്കാം. 5,70,000 കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ആലോചിക്കണം, 2018 ഡെൽറ്റ വെറും 30,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ് 5,75 വരുന്നത്. അത് നെഗോഷ്യബിൾ ആണോ?
ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ചെയ്യാം തീർച്ചയായും. വീഡിയോ കണ്ടുവരുന്നവർ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഓൾമോസ്റ്റ് ഒരു നല്ല പൈസ ലോണും കയറും അല്ലേ? അതെ അതെ, 5,500 രൂപ കയറും നമുക്ക്. ഇതാണല്ലോ റെഡ് 2020 ബലേന ഓടിയോ സിംഗിൾ ഓണർ 40,000 കിലോമീറ്റർ. നല്ല വൃത്തിയുണ്ടല്ലോ, നല്ല വൃത്തിയുണ്ട് വണ്ടി. പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ ഒന്ന് പൊടിയടിച്ച് കിടക്കുന്നേ ഉള്ളൂ. അല്ലാതെ ടയർ ഭാഗങ്ങളുണ്ട്, പുതിയ സീറ്റ് കവർ ഉണ്ട്, ടച്ച് സ്ക്രീൻ സെറ്റ് ഉണ്ട്. ഡെൽറ്റ അല്ല, ഇത് സിഗ്മയാണ് വണ്ടി. അതുകൊണ്ട് തന്നെ 2020 വണ്ടി നമ്മളൊരു കസ്റ്റമറിന് കൊടുക്കാവുന്ന പ്രൈസ് എന്ന് പറയുന്നത് എത്രയാ? 5,30,000 രൂപ കൊടുക്കാം. 20 വണ്ടി 5,30,000. 5,30,000. ഇത് സിഗ്മ ആണെങ്കിലും ഇതിൽ 4 ഡോർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ഇതില് 2 ഡോർ വിൻഡോ വരുള്ളൂ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ, സെറ്റ് ഉണ്ട്, ടച്ച് സ്ക്രീൻ സെറ്റ് ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്. അതെ അതെ, ഇതൊക്കെ ചെയ്തത് നമ്മൾ ഈ ഫോഗ് ലാമ്പ് ഒക്കെ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ ഷേപ്പ് എന്ന് പറയുമ്പോൾ പഴയ ഷേപ്പ് പുതിയ ഷേപ്പ് നോക്കിയാൽ മതി. വ്യത്യാസമുണ്ട്. ഈ ബമ്പറിന്റെ ഇവിടെ ഒക്കെ വ്യത്യാസമുണ്ട്, ഈ ഗ്രില്ലൊക്കെ വ്യത്യാസമുണ്ട്. അത് നോക്കുക, വ്യത്യാസം നോക്കുക. അപ്പം 20 വണ്ടി 5,30,000 നമുക്ക് കൊടുക്കാം. ഏറെക്കുറെ 5 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം. ഒന്നുമില്ല, ഒരു വകയില്ല, ഒരു ക്ലെയിമും ഇല്ല. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചോ, നിങ്ങൾക്ക് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. അത് 2020 മോഡല് വെറും 40,000 അല്ലേ? 40,000 കിലോമീറ്റർ ഓടിയ ബേസ് മോഡലാണെങ്കിലും അത്യാവശ്യം സിംഗിൾ ഓണർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2 പവർ വിൻഡോ ഒരു 10,000 രൂപ നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റും. 5,30 ഒരു രക്ഷയില്ല കേട്ടോ. അത് കിടിലം പ്രൈസ് ആണ്. നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് മാക്സിമം കുറയാനുള്ളത് കുറച്ച് തരും അല്ലേ? ആട്ടെ, പറ്റുന്ന 2 പവർ വിൻഡോ വെക്കാനുള്ള കാശ് എന്തായാലും കുറച്ച് തരും. ഇത് 2018 സീറ്റാ. 18 സീറ്റാ. ഏറ്റവും ഫുള്ളിന് നേരെ താഴെ. ഇത് സെക്കൻഡ് ഓണർ ആണ് വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒരു വകയില്ല. നമുക്ക് അതും ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓടിയതോ 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. 67,000 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിനാ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്റീരിയർ അതുപോലെ തന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും, എല്ലാ ഫീച്ചേഴ്സും, അലോയ് ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, ABS, എയർ ബാഗ്, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോളർ എല്ലാം ഉണ്ട്. ഒരു ക്ലെയിമും ഇല്ല, ഒറ്റ രൂപയുടെ ക്ലെയിം ഇല്ല. ഈ വണ്ടി നമുക്ക് ഫൈനല് 5,70,500 രൂപ കൊടുക്കാം. 5.5 ലക്ഷം രൂപ നമുക്ക് ലോണും കിട്ടും. 2018 സീറ്റാ. 18 സീറ്റാ അല്ലേ? കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞാൽ 67,000 അല്ലേ? അതായത് ഇതും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 5,70,500 18 വണ്ടി തന്നെയാണ്. സീറ്റ് ആണ്. നമ്മൾ നോക്കേണ്ടത് ആ 18 തന്നെ നമ്മൾ ഡെൽറ്റ ചോദിച്ചത് 5.25 ആയത് എന്തുകൊണ്ടൊക്കെ സിംഗിൾ ഓണറും 30,000 കിലോമീറ്റർ. ഇത് സെക്കൻഡ് ഓണറും 67,000 കിലോമീറ്റർ. പക്ഷെ ഇതിനകത്ത് ഓപ്ഷൻ കൂടുതലുണ്ട്. പിന്നെ വേറൊരു കാര്യത്തിലേക്കാണ്, ഈ 67,000 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് ലോ കിലോമീറ്റർ ആണ്. അതൊന്നും ഒരിക്കലും കൂടുതലാന്ന് പറയാൻ ഒരിക്കലല്ല. മാരേജ് സംബന്ധിച്ച് അതൊരു വലിയ കൂടുതലല്ല. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 3 വണ്ടി ഇവിടെ ഉണ്ട്. കോൺടാക്ട് ചെയ്തോളൂ. സൂര്യപ്രന്റെ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സൈലന്റ് ആക്ക്. ഒരു മിനിറ്റ്, ഞാൻ ലവ്മാരെ ഒന്ന് കൊടുക്കട്ടെ. ഡീസൽ ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച വിലയേക്കാളൊക്കെ കുറച്ച് നിങ്ങൾക്ക് ഒരു ഡീസൽ വണ്ടി, അതും വളരെ വില കുറച്ചെടുക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള വണ്ടി അല്ലേ? i20 ആണ്. ഫ്ലൂയിഡിക് ഷേപ്പ് ആണ്. ഇത് മോഡലോ 2012 ആണല്ലേ? സിംഗിൾ ഓണർ. 62,000 കിലോമീറ്റർ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. നല്ല വൃത്തിയാണ് വണ്ടി. ഈ 12 ഈ സിംഗിൾ ഓണർ ഓക്കെ. ഈ 62,000 ജെനുവിൻ ആയിരിക്കും ബ്രോ. ഒരു ഇതാണ്ട് ഈ ഇത് കണ്ടോ, ഇതെന്താ ഇതിന്റെ എറണാകുളം ബാർ അസോസിയേഷൻ. എറണാകുളം ബാർ അസോസിയേഷന്റെ ഹൈക്കോർട്ടിലൊരു പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റിന്റെ വണ്ടിയാണ് അല്ലേ? പുള്ളിക്ക് വലിയ ഓട്ടോ ഒന്നുമില്ല. പുള്ളി എറണാകുളത്ത് ബേസ്ഡ് തന്നെയാണ്. വേരിയന്റ് ഇത് മാഗ്ന ഓപ്ഷൻ എന്ന് പറയും. ക്ലൈമറ്റിക് കൺട്രോൾ AC ഉണ്ട് ഇതിനകത്ത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ടല്ലേ? ഇതൊന്ന് പോളിഷ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് എടുത്തേ ഉള്ളൂ. പിന്നെ ഈ തെങ്ങിന്റെ അടി കിടന്നതുകൊണ്ട് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വണ്ടി പോളിഷ് ചെയ്ത് ഈ ലൈറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇത് ഇന്നലെ മെനിങ്ങാന്ന് പർച്ചേസ് ചെയ്തേ. ഈ 60 ഹിസ്റ്ററി ആയിട്ട് കിട്ടും. എല്ലാ ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. എല്ലാ സിംഗിൾ ഓണർ കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസ് ആണ്. ഇത് കിലോമീറ്റർ ജെനുവിൻ ആണെങ്കിൽ വളരെ വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം. അതും ഈ ഷേപ്പിലുള്ള വണ്ടി കേട്ടോ. പിന്നെ ഈ ഒരു ഷേപ്പിലുള്ള ഒരുപാടധികം ഇഷ്ടപ്പെടുന്ന എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു. മൈലേജ് ഉണ്ട്, അത്യാവശ്യം പുള്ളിംഗ് ഉണ്ട്, എല്ലാ ഓപ്ഷനും ഉണ്ട്, പവറും എല്ലാം. പിന്നെ ഈ പറയുന്ന മെയിന്റനൻസ് കോസ്റ്റ് കുറവാണ്. മെയിന്റനൻസ് അങ്ങനെ വരില്ല. പ്രത്യേകിച്ച് ഹുണ്ടായുടെ ഒക്കെ ഒരു ഗുണം അത് തന്നെ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ i20 അല്ലെങ്കിൽ ഈ സാധനമൊക്കെ ഡീസൽ കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ടാവുന്ന വിചാരിച്ചത്. അതിനകത്ത് കാര്യമായിട്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യല്ലോ. പ്രോപ്പറായിട്ട് സർവീസ് നമ്മള് ഈ ഒരു 5,000-10,000 കിലോമീറ്ററിനകത്ത് വെച്ചിട്ട് ഈ ഓയിൽ മാത്രം ചേഞ്ച് ചെയ്ത് ഈ സാധനം ഓടിക്കോളും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം, പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തില്ലെങ്കിൽ ഏത് വണ്ടിയും കംപ്ലൈന്റ് ആവും. അതെ. പിന്നെ ഹ്യുണ്ടായിനെ അപേക്ഷിച്ചിട്ട് ഈ ഫോഴ്സ് വാഗനും പോളോ അങ്ങനത്തെ വണ്ടികളെ അപേക്ഷിച്ച് ഈ
ടർബോയും ഇഞ്ചക്ടറും അത്ര പ്രശ്നമില്ല, പ്രശ്നം വരത്തില്ല. ഇല്ല ഇല്ല. പിന്നെ ചെറിയ ചെറിയ അല്ലാത്ത പ്രശ്നങ്ങളൊക്കെ അപ്പൊ ഉണ്ടാവും. ഈ വണ്ടി അജു നമുക്ക് 2,80,000 രൂപ കൊടുക്കാം. ഒരു 2,30,000 നമുക്ക് ലോൺ കൊടുക്കാം. 280 എന്ന് പറയുന്നത് നെഗോഷ്യബിൾ അല്ലേ? ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ് കുറച്ച് കൊടുക്കാം അല്ലേ? അതെ അതെ. വേറെ ഒന്നുമില്ല, ഒരു വകയില്ല. വണ്ടി റീപ്ലേസോ കാര്യങ്ങളോ ഫ്രണ്ട് ഗ്ലാസ് കണ്ടില്ലേ, കമ്പനി വന്ന സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബോണറ്റോ ഒന്നും മാറിയിട്ടില്ല, ഫ്രണ്ട് തട്ടിട്ടോ ഇടിച്ചിട്ടോ ഒന്നുമില്ല. പക്ക വണ്ടി, ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. പിന്നെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് വാറണ്ടി അത്യാവശ്യം 2017 മുതൽ അങ്ങോട്ടുള്ള ഇവിടുന്ന് എടുക്കുന്ന എല്ലാ വണ്ടിക്കും 6 മാസത്തെ വാറണ്ടി നമ്മൾ എഞ്ചിൻ വാറണ്ടി, ഗിയർ ബോക്സ് വാറണ്ടി എല്ലാം നമ്മൾ ഇൻബിൽറ്റ് കൊടുക്കുന്ന കാര്യം. ഇയാളുടെ അടുത്ത് നിൽക്കുന്ന 17 ശേഷമുള്ള വണ്ടി ഒന്നിനും നിങ്ങൾക്ക് ഗ്യാരണ്ടി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതിന് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല, ഗ്യാരണ്ടിയാണ്. ഇനി പോളോ ആണെങ്കിലോ? പോളോ നമ്മളിപ്പോ ജിടിയുടെ ഗ്രില്ലൊക്കെ കയറിയ വണ്ടിയാണ്. ഇത് 2015 മോഡല് ഹൈലൈൻ ആണ് വണ്ടി. 15 ഹൈലൈൻ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഈ ജിടിയുടെ ഗ്രില്ലൊക്കെ കയറ്റിയതേ ഉള്ളൂ. വേറെ ഇത് ഹിസ്റ്ററി നോക്കാവുന്നതാണ്. ബോണറ്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, ഫോർഡ് പവറിന്റെ സെന്റർ ലോക്ക്, 2 എയർ ബാഗ്, ABS, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോളർ, എല്ലാ സാധനവും നല്ല നല്ല സീറ്റ് കവറും കാര്യങ്ങളെല്ലാം. ഡ്രൈവിംഗ് സീറ്റ് മാത്രം പൊട്ടിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് മാറ്റി വൃത്തിയാവും. അത് ലെതർ സീറ്റ്, നമ്മളത് അത് മാത്രമായിട്ട് മാറാൻ മൊത്തത്തിൽ മാറാൻ 1,00,000 കിലോമീറ്റർ ജെന്യൂൻ സർവീസ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. ഒന്നുമില്ല. അതിന്റെ ആ ഗ്ലാസ് നോക്കിയാൽ കമ്പനി സാധനം, ഇതെല്ലാം കമ്പനി സാധനങ്ങളാണ്. വേണമെങ്കിൽ ഇത് ഹിസ്റ്ററി കൂടെ എടുത്തിട്ട് വന്നാൽ മതി. നമ്പർ ഇതാണ് KL24J7306. നോക്കിക്കോളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീസൽ വണ്ടിയാണ്, നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. മൈലേജ് ഉണ്ട്, പവർ ഉണ്ട്, എല്ലാം ഉണ്ട്. മൈലേജും പവറും എല്ലാം ഉണ്ട്. ഡ്രൈവേഴ്സ് വണ്ടിയാണ്. ഫോക്സ് വാഗൺ ഞാൻ പറയേണ്ട, യൂസ് ചെയ്യുന്നവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സർവീസ് എന്ന് പറയുമ്പോൾ ഒരു 6,000 രൂപ 7,000 രൂപ റേഞ്ച് ആവും. പിന്നെ ഓയിൽ മാത്രം മാറ്റാനാണെങ്കിൽ ഒരു 3,000 രൂപയ്ക്കകത്ത് ഓയിൽ മാത്രം മാറി. എന്ത് വിലയുണ്ട്? നമുക്കിത് 4,25,000 രൂപ കൊടുക്കാം. 2015 വണ്ടി 1.5 ഡീസൽ. പിന്നെ വേറൊരു ഗുണമുണ്ട്, ഇനി ഫുൾ ലോൺ കൊടുത്തേക്കാം. ഫുൾ ലോൺ കൊടുത്തേക്കാം. 4,25,000 കുറയാനും ഉണ്ടാവൂലേ? അവിടെയാണോ വേണ്ട, പുള്ളിയോട് പറഞ്ഞാൽ തന്നെ മതി, കുറച്ച് തരും. ഇനി ഈ ഇതാണെങ്കിലോ എറ്റിയോസ്? ഇത് 2016 എറ്റിയോസ്, സെക്കൻഡ് ഓണർ, 90,000 കിലോമീറ്റർ. 16 എറ്റിയോസ്, സെക്കൻഡ് ഓണർ, 90. അത് ഈ വണ്ടി ഞാൻ ഇപ്രാവശ്യം നമ്മളെ ഓഫർ എന്നുള്ള രീതിയിൽ പറയുകയാണ്, 5,25,000 രൂപ കൊടുത്തേക്കാം. 16 വണ്ടി കേരള വണ്ടിയല്ലേ? ഫുൾ ലോണും കൊടുത്തേക്കാം. ഫുൾ ലോൺ അല്ലേ? അതായത് ഒറിജിനൽ കേരള വണ്ടി എറ്റിയോസ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ GD അല്ലേ സാധനം? GD. പിന്നെ ഇത് വരുന്നതാണോ? കമ്പനി വരുന്നതാണ് കേട്ടോ. അതായത് പ്ലാറ്റിനം ഷേപ്പില് നല്ല ഇന്റീരിയർ ഉണ്ട്, അത്യാവശ്യം മോശമൊന്നുമില്ല. ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഓടിയത് നമ്മൾ പറഞ്ഞില്ലല്ലോ, ഓട്ടം 90,000 ജെനുവിൻ ആണല്ലോ അല്ലേ? ടൊയോട്ടയെ അപേക്ഷിച്ച് 90,000 എന്ന് പറയുന്നത് വളരെ 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 ലോ കിലോമീറ്റർ ആണ്. ക്വാളിറ്റി ഉള്ള നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 5 ലക്ഷം രൂപ. 5,25,000 കുറയും. നമ്മളെ ഓഫർ പ്രൈസ് ആണ്. അതായത് നമ്മളെ വന്ന ബേസിക് ആയിട്ട് എനിക്ക് ആയ കോസ്റ്റ് മാത്രമല്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും. പിന്നെ കൂടുതൽ ലോണും മേടിച്ചു തരാൻ പറ്റും, എന്ത് വേണം ചെയ്ത് ഇവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മുടെ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ കിട്ടും. നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർക്ക് എപ്പോഴും ഒരു പ്രയോറിറ്റി എല്ലായിടത്തും. ഇത് നോക്കിക്കോളൂ, 5,25,000 16 വണ്ടി. അതുപോലെ തന്നെ സെയിം സാധനം ഒന്നുകൂടി ഉണ്ടല്ലോ. ഇത് അന്ന് കമ്പനി ഇറക്കിയ ഏറ്റവും ടോപ്പ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, ഫോർഡ് പവറിന്റെ ഉണ്ട്, പിന്നെ 2 എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, അലോയ്സ് ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോളർ ഉണ്ട്. പിന്നെ ടൊയോട്ട പുഷ്പട്ട കൊടുക്കാത്തതുകൊണ്ട് പുഷ്പട്ട ഇല്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനവും ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടി, സർവീസ്, 1,40,000 കിലോമീറ്ററോട് 4,15 ലക്ഷം വണ്ടി കൊടുത്തേക്കാം. 4,15 ലക്ഷം ലോൺ കൊടുത്തേക്കാം. 1 രൂപ ഇറക്കേണ്ട ആരും. ഈ വണ്ടിക്ക് 6 മാസം, ഇത് 17 അല്ല വണ്ടി 13, 6 മാസം എഞ്ചിൻ വാറന്റിയും ഗിയർ ബോക്സ് വാറന്റിയും നമ്മൾ കൊടുക്കും. 13 മോഡൽ ആണെങ്കിലും നിങ്ങൾക്ക് 6 മാസം വാറന്റി കിട്ടും. കാരണം അത് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇയാൾ മഹാകള്ളനാ, ഇതിനൊക്കെ വാറന്റി എന്തിനു കൊടുക്കുന്ന, എന്ത് കംപ്ലൈന്റ് വരാനാ? പ്രോപ്പർ കറക്റ്റ് സർവീസ്. ഇതിന്റെ സർവീസ് ബുക്ക്, സ്പെയർ കീ എല്ലാം, മറ്റേ പൗച്ചും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. 1,40,000 കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് എടുത്തോട്ടെ. 4,400 നിങ്ങൾക്ക് എടുത്തോണ്ട് പോകാം. ക്ലീൻ പീസ് വണ്ടിയാണ്. അടുത്തതായിട്ട് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ തപ്പി കിടന്നൊരു വണ്ടിയാണ് കേട്ടോ ഇത്. ഫ്രീ സ്റ്റൈല് സത്യം പറഞ്ഞാൽ ഇയാള് ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലേ ഇതിനു മുമ്പ്? അത് കൊടുത്തു. അത് ഒരു പക്ഷെ എനിക്ക് കിട്ടിയില്ല. വേറെ ഒരെണ്ണം വരുമ്പോ എന്നോട് പറയണമെന്നുണ്ട്. ഞാൻ ഇപ്പോൾ വന്നപ്പോഴാണ് ഇത് കണ്ടത്. ഇത് ടൈറ്റാനിയം ആണ് വണ്ടി. ടോപ്പ് ഒക്കെ ബ്ലാക്ക് ആണ്. കമ്പനി ഇറക്കിയ ഫുൾ ഓപ്ഷൻ ആണ്. അല്ല, ഫുൾ ഓപ്ഷൻ അല്ല, ഇതിന്റെ മേളിൽ ഒരു ടൈറ്റാനിയം പ്ലസ് കൂടെ ഉണ്ട്. ഇത് അതിന്റെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ്. ടൈറ്റാനിയം ആണ്, പക്ഷെ എന്നിരുന്നാലും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ സാധനം കിട്ടാൻ വളരെ റയർ ആണ്. നല്ല മൈലേജ് ആണ്, നല്ല കംഫർട്ട് ആണ് വണ്ടി. ഉപരി ഇതിന്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് വല്ലാത്ത സംഗതി. അതായത് ഇതിന്റെ നല്ല ടോർക്കാണ്. നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്ന നല്ല പുള്ളിങ് ആണ്. പോളോ ഓടിച്ചതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി നല്ലതെന്ന് പറയുന്നത്
ഫ്രീ സ്റ്റൈലാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാൻ എളുപ്പവും നിങ്ങൾക്ക് സർവീസും എല്ലാം കൂടി കുറച്ചുകൂടി മെച്ചം കിട്ടുന്ന ഒരു സാധനം ഇതായിരിക്കും. അതെ 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 അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ ഫോഴ്സ് വാഗൻ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, പാർട്സ് ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? എല്ലാ സാധനങ്ങളും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഫോർഡ് തിരിച്ചു വരികയാണെങ്കിൽ ഇതിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് വരും. അതെ, നമുക്കിത് 5.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2019 ടൈറ്റാനിയം. 19 ടൈറ്റാനിയം. കോടി ഇത് 60,000 കിലോ. 60,000 അല്ലേ? 70,000 കിലോ. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ? ഒന്നുമില്ല. ഉണ്ട് എല്ലാം പക്കയാണ്. 5.5 ലക്ഷം രൂപയ്ക്കകത്ത് ഏറെക്കുറെ 5-5.25 രൂപ ലോൺ കയറാം. ഒരു 25 ഞാൻ വണ്ടി ഇറക്കി കൊടുക്കാം, ഉറപ്പായിട്ട് ഇറക്കി കൊടുക്കും. 25,000 രൂപ കൊണ്ടുപോകാം. നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ അതും വേണ്ട, അതിലും കുറച്ച് നിങ്ങൾക്ക് വണ്ടി കയറി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി, അടിപൊളി വണ്ടി, ഒന്ന് വിളിച്ചു നോക്കും. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ചെറുവണ്ടികൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു ആദ്യം കുറച്ച് വണ്ടികൾ കാണിച്ചിരുന്നു, അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് നല്ലൊരു ലിവ ഏതാ മോഡൽ? ലിവ ഇത് 2017 VXD ആണ് വണ്ടി. 17 VXD, അതായത് അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. VD. അതെ, ഓക്കെ. VD എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള GD, VD, VXD 3 വേരിയന്റേ ഉള്ളൂ. ഇത് പിന്നെ ഓടിയത് എത്രയാ? ഇത് 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഇത് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും തന്നെ ഇല്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇന്ത്യയിൽ നല്ല സീറ്റോർ ഒക്കെ ഉണ്ട്, നല്ല സീറ്റോർ, എല്ലാ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഡുവൽ ടോൺ കളറാണ്. പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയാൻ ടൊയോട്ട ഫീച്ചറിന്റെ കാര്യത്തിൽ മഹാപിശുക്കന്മാരാണ്. എന്നാലും ഇതിനകത്ത് അന്ന് വന്ന എല്ലാം ഉണ്ട്, അലവിൽ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതെ അതെ അതെ. അപ്പൊ ഇത് പ്രത്യേകിച്ച് പിന്നെ ഇപ്പൊ കിട്ടാത്തൊരു വണ്ടി കൂടിയാണ്. നല്ല മൈലേജ്, നല്ല കംഫർട്ടും ആണ് ഈ വണ്ടി. ആച്ചു നമുക്ക് 6.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. ഇൻഷുറൻസ് നമുക്ക് പുതിയ ഇൻഷുറൻസ് 6.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 17 VD. ഏറെക്കുറെ നമുക്ക് 6-6.25 വരെ നമുക്ക് ലോൺ ചെയ്ത് 25,000 രൂപ വരുവാണെങ്കിൽ ഈ വണ്ടി എടുത്തോണ്ട് പോകാം. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട്, കുറച്ച് പൊടി അടിച്ച് കിടക്കുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നും ക്ലീൻ ചെയ്യാനുണ്ട്, അത് നിങ്ങൾ ചെയ്തു തരും. കൊണ്ടുവന്നത് ഭാഗത്തുകളൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. പക്ക വണ്ടി അല്ലേ? 6,50,000 6.25 വരെ ലോൺ കിട്ടും. 25 രൂപ ഇറക്കി കൊണ്ടുപോകാം കേട്ടോ. നല്ലൊരു ഇഗ്നിസും കൂടി കാണിച്ചു തരാം. ഇഗ്നിസ് ഏതാ മോഡൽ? 2017 ഡെൽറ്റ സിംഗിൾ ഓണർ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 17 ഡെൽറ്റ. നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. നോക്കി അകത്ത് സീറ്റും എല്ലാം നല്ല വൃത്തിയുണ്ട്. ഓടിയതോ 60,000 കിലോമീറ്റർ. 60,000 ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലേ? ഹിസ്റ്ററി കൊടുക്കാം, റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല, ഒരു വകയില്ല. പിന്നെ ഓവറോൾ വണ്ടി നല്ല വൃത്തിയുണ്ട്, അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. നമുക്ക് 4,70,000 രൂപയ്ക്ക് വണ്ടി കൊടുത്തേക്കാം. 470. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നും പറയണ്ടല്ലോ, ഒരു വകയില്ല. ആ ഗ്ലാസ് ഒക്കെ നോക്കിയാൽ ഒറിജിനൽ അല്ലേ? പിന്നെ ടാഗും കാര്യങ്ങളെല്ലാം ഇന്റീരിയറും മോശമൊന്നുമില്ല കേട്ടോ, നല്ല ക്ലീൻ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4,70,000 രൂപ എന്തെങ്കിലും കുറയാണ്ട് കുറച്ച് കൊടുക്കൂലേ? ചെറിയ എന്തെങ്കിലും ചെറിയൊരു 10,000 രൂപ നമുക്ക് ഈ പറയുന്ന വണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഏറെക്കുറെ ഞാൻ 4.5 രൂപ നമുക്ക് ലോൺ കൊടുക്കാം. വളരെ വളരെ കുറഞ്ഞ പൈസ മതി അല്ലേ? ചെറിയ പൈസക്ക് വണ്ടി എടുത്തുണ്ടോ? നിങ്ങളൊരു 25 രൂപ 50 രൂപ കൊണ്ടുവരുവാണെങ്കിൽ അതും വേണ്ടി വരില്ല. പ്രൊഫൈൽ പക്കുകയാണെങ്കിൽ ഫുൾ ലോണൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതിന്റെ അല്ല വേറെ വണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. നിങ്ങൾ മാക്സിമം നമ്മൾക്ക് ഉള്ള കാര്യങ്ങൾ നേരത്തെ ലോൺ വല്ല എടുത്തിട്ടുണ്ടെങ്കിലുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഈ പറയുന്ന ഞങ്ങളുടെ ഈ സ്ഥലം മറക്കരുത്, സ്ഥലം കൊല്ലമാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ എവിടെ സ്ഥലം നോക്കും, കൊല്ലം, അപ്പോഴേ വെച്ചിട്ടങ്ങ് പോവാം. അതാണ് കാര്യം. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ. നമ്മളിവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വണ്ടി ഒരു 100-400 വണ്ടിക്ക് മേലേക്ക് നമ്മൾ വീഡിയോ ത്രൂ മാസം. അപ്പൊ ഈ ഇപ്പൊ കൊല്ലമാണ് ഇത്രയും ദൂരമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, മറ്റൊന്നും വിചാരിക്കേണ്ട. കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ലോണും കൊടുക്കും, എവിടെയാണെങ്കിലും വണ്ടി ഡെലിവറിയും കൊണ്ടുപോകും. അതാണ് കേട്ടോ. അപ്പൊ ഇതാണെങ്കിലും 14 RS സ്വിഫ്റ്റ് RS 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടിയുടെ നമ്പർ വേണമെങ്കിൽ ബാക്കിൽ നിന്ന് എടുത്തോളൂ. ഹിസ്റ്ററി എടുത്ത് പെട്രോൾ വണ്ടി ഹിസ്റ്ററി എടുത്തിട്ട് വന്നാൽ മതി. BXI ഒറ്റ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാച്ചു, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. RS എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ് കേട്ടോ. വണ്ടിക്ക് നമ്മൾ 6 മാസം ഈ കാണിച്ച വണ്ടിക്കെല്ലാം നമ്മൾ മിനിമം 6 മാസം എന്ത് ചെയ്യും, വാറന്റി നമ്മൾ കൊടുക്കണം. മനസ്സിലാവുന്നില്ലേ? കാര്യം നമുക്ക് അത്ര ഗ്യാരണ്ടി ഉണ്ടായിട്ടാണ് ഇതിന് വാറന്റി കൊടുക്കുന്നത്. അതെ. പിന്നെ വേറൊരു കാര്യം, ഇതിന്റെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. ഒരു ബ്ലൂ കളറാണ് സെപ്പറേറ്റ് ഇതിന്റെ കളറിംഗ്. അതെ അതെ. RS അങ്ങനെയാണ്, സ്കേർട്ടിംഗ് എല്ലാം വരുന്നത് അങ്ങനെ തന്നെയാണ്. വൃത്തിയുള്ള ഒരു വണ്ടി, റീപ്ലേസ് ഒന്നുമില്ല. എത്രയ്ക്ക് കൊടുക്കാം? നമുക്കിത് 4,30,000 രൂപ കൊടുക്കാൻ വേണ്ടി. 14 RS വണ്ടി സിംഗിൾ ഓണർ 40,000 കിലോമീറ്റർ. ഓക്കെ. RS ആണ്, നോക്കിക്കോളൂ. 4,30,000 രൂപ. ഓൾമോസ്റ്റ് നല്ലൊരു പൈസ ലോണും കയറും. ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാം. ഒരു സ്വിഫ്റ്റ് കൂടി കാണിച്ചു കൊടുക്കാം. ഇത് 2016 വണ്ടിയാണ്, സ്വിഫ്റ്റ് VXI. അതെ, 40,000 കിലോമീറ്റർ ഇത് തന്നെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് ഇതും വരുന്നത്. 14-40 ജെന്യൂൻ ആയിരിക്കും, ജെന്യൂൻ കിലോമീറ്റർ. അതിന്റെ എന്താ ബാക്ക് നമ്പർ എടുത്തോ, ഹിസ്റ്ററി ഉണ്ട്. ഇതും VXI വണ്ടിയാണ്. ഇതും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല, ഒരു വകയില്ല. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയാണ് കേട്ടോ. നമുക്കിത് 4,70,000 രൂപ കൊടുക്കാം. 470, 16 വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, നല്ല അടിപൊളി ഇന്റീരിയർ, ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത ക്ലീൻ വണ്ടി, അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. ഫ്രണ്ടിൽ 2 ടയർ പുതിയതെന്ന് തന്നെ പറയാം അല്ലേ? അതെ 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 അതെ. ഒരു അപാകതയില്ലല്ലോ? ഒന്നുമില്ല.
ഞാൻ ഈ ഫോൺ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഇത് പറയുന്ന നമ്മളെ വണ്ടിയല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കാര്യങ്ങൾ നോക്കിയത്. 4,70,000 രൂപ നെഗോഷ്യബിൾ ആണ്. ലോണും ഒരു 4,4,4 സുഖമായിട്ട് തീർച്ചയായിട്ടും കയറും അല്ലേ? ഓക്കെ, ബാക്കി നിങ്ങൾ നോക്കിക്കോളൂ, കുറയ്ക്കാവുന്നതിന്റെ മാക്സിമം കുറച്ച് തരും. നല്ല അടിപൊളി സ്വിഫ്റ്റും കൂടി കാണിച്ചു തരാം. 18 VXI സ്വിഫ്റ്റ് ആണത്. 18 VXI 18 VXI സ്വിഫ്റ്റ്. ഓടിയതോ കിലോമീറ്റർ വന്നിട്ട് 40,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. 40,000 ഇത് ജെനുവിൻ ആയിരിക്കുമല്ലോ. ജെനുവിൻ കിലോമീറ്റർ. നമുക്ക് ഇത് 5,20,000 രൂപ കൊടുക്കാം. ഏറെക്കുറെ 5 രൂപ ലോൺ കൊടുക്കാം. ഒരു 20,000 രൂപ കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം അല്ലേ? അതെ. ഓക്കെ, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല, ഇത് നല്ല രസമായിട്ട് സീറ്റർ ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റർ ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ VXI ആണ്, അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. മോശമൊന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ലാത്ത ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ്. 5,20,000 രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ എടുക്കാം. എന്തെങ്കിലുമൊക്കെ കുറച്ചും കൊടുക്കാം അല്ലേ? 5 ലക്ഷം രൂപ നമുക്ക് ലോണും കൊടുക്കാം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പുതിയ സ്വിഫ്റ്റ് ഒക്കെ അന്വേഷിച്ചെടുക്കുന്നവരുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട. അടുത്തതായിട്ട് പുതിയ സ്വിഫ്റ്റ് തന്നെ ഒരു ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് ഏതാ മോഡൽ? 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർ 2018 LDA വണ്ടിയാണ്. 18 LDA എന്ന് പറയുമ്പോൾ പവർ വിൻഡോസ് ഒന്നും ഉണ്ടാവില്ല. അതെ. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. 4 പവർ വിൻഡോ മാക്സിമം നിങ്ങൾക്ക് ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അതെ. ഇതിനകത്ത് പവർ വിൻഡോ ചെയ്തിട്ടുണ്ടോ? 2 ഡോർ ഉണ്ടല്ലേ? അതെ. ഓക്കെ, 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഡോർ ചെയ്താൽ മതി. അപ്പോൾ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. കമ്പനി സീറ്റാണ്, കവറൊന്നും ചെയ്തിട്ടില്ല, അലോയിലില്ല. വേറെ അപാകതയൊന്നുമില്ല. തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫ്രണ്ട് ബമ്പർ എന്താണ്ട് മാറിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേറെ വണ്ടി 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഓട്ടോ ഒന്നും അല്ല. പിന്നെ ഇത് എടുക്കുന്നവരുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ വണ്ടിക്ക് ഭയങ്കര മൈലേജ്, നല്ല പുള്ളിങ് ഉണ്ട് ഈ വണ്ടിക്ക്. 10-25 നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. പിന്നെ ഇത് ഒരു കസ്റ്റമറിന്റെ വണ്ടി തന്നെയാണ്. 18 പോലെ ഈ ഷേപ്പ് ഉള്ളൂ. അതെ. 70,000 ആണെന്ന് ആലോചിക്കണം കേട്ടോ. ഓടിയത് നോക്കിക്കോളൂ. വിലയോ നമുക്ക് ഇതൊരു 5 രൂപ കൊടുത്തേക്കാം. 5,50,000 നെഗോഷ്യബിൾ കസ്റ്റമർ പാർക്കാൻ ചെയ്യും. അപ്പൊ നമ്മൾ അയാളുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തു കേട്ടോ. എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 19 സണ്ണി. 19 സണ്ണിക്കുട്ടൻ. ഓടിയതോ വെറും 40,000 കിലോമീറ്റർ ഡീസൽ വണ്ടി. പിന്നെ മൈലേജിന്റെ കാര്യം ഞാൻ പറയുന്നത് കേരള വണ്ടി തന്നെയല്ലേ? കേരള ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. പിന്നെ ഇന്ത്യയിൽ എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട്. ഫ്രണ്ടിൽ ഡേറ്റ് ഉണ്ട് നോക്കേ. 2/11/2019 ഡെലിവറി വരുന്നത്. അതെ. പിന്നെ ഇതില് ശരിക്കും ഇത് ബേസ് വേരിയന്റ് അല്ലേ? ഇത് ബേസ് വേരിയന്റ്. അതെ. ഓക്കെ. എന്തായാലും അത്യാവശ്യം മോശമൊന്നുമില്ല കേട്ടോ. നല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ ആയിട്ട് പറയേണ്ടത് ലോ കിലോമീറ്റർ ആണെന്നുള്ളതാണ്. എന്തായാലും മിസ് ചെയ്യാൻ നമുക്കൊരു 5,30,000 രൂപ കൊടുക്കാം. 5 ലക്ഷം വരെ ലോണും കൊടുക്കാം. 30,000 രൂപ കൊണ്ടുവരുവാണെങ്കിൽ ഈ വണ്ടി ഇറക്കി കൊടുക്കാം അല്ലേ? എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ. വൃത്തിയുള്ള വണ്ടികൾ കാണുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത്. അതും നിങ്ങൾക്ക് പ്രൈസ് മാക്സിമം കുറച്ച് തരും. ഈ വണ്ടി എന്താ എത്ര മോഡലാന്ന് പറയും? പഴയ മോഡലായിരിക്കും. നിങ്ങൾ തെളിപ്പ് ഇങ്ങനെ പൊളപ്പനാക്കി വെക്കുന്നതായിരിക്കും. ഒരു റീപെയിന്റ് പോലും ഇല്ല ഈ വണ്ടിക്ക്. 6 കൊല്ലം കൊണ്ടുവന്ന് ചെക്ക് ചെയ്തു. ഇത് ശരിക്കും വെൻഡോ ആണ്. വെൻഡോ ഏതാ മോഡല്? 2011 വണ്ടിയല്ലേ ഇത്? അത് കണ്ടാ പറയില്ല കേട്ടോ, കാരണം അത്ര നീറ്റ് വണ്ടി. ഡീസൽ അല്ലേ? ഡീസലാണ്. സീറ്റുകളും കാര്യങ്ങളൊന്നും മോശമില്ല കേട്ടോ. എല്ലാം കമ്പനി വന്ന കറക്റ്റ് സീറ്റാണ്. ലെതർ സീറ്റ് അന്നിറക്കിയ 11 ഹൈലൈൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. എന്തായാലും മോശമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഡീസലിൽ 1.5 അത്യാവശ്യം മൈലേജ് ഉള്ള നല്ല വണ്ടി. അലോയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ, ABS, എയർ ബാഗ്, അലോയ്സ് എല്ലാം ഉണ്ട്. മെയിൻ ആയിട്ട് പറയേണ്ടത് ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ ഒക്കെ ഒരു വൃത്തിയാണ് അല്ലേ? നല്ല വൃത്തിയാണ്. ഇത് മാറിയിട്ടൊന്നുമില്ല. ഇത് നമ്മളിപ്പോ ന്യൂ ഷേപ്പിലോട്ട് കസ്റ്റമർ തന്നെ ഈ 2 ഹെഡ്ലൈറ്റ് മാത്രം മാറിയത്. ഇത് ശരിക്കും വൈറ്റാ വരുന്നത്. പുള്ളിക്ക് ബ്ലാക്ക് കണ്ടപ്പോഴത്തേക്കും പുള്ളി ഈ ഹെഡ്ലൈറ്റ് വേറെ ഒന്നും വേണ്ട, നമ്മള് പഴയ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് നമുക്ക് കയറ്റാം. അങ്ങനെ മാറി. ഇടിച്ചിട്ടില്ല, ഉറപ്പായിട്ട് ഇടിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കണം. വേണമെങ്കിൽ ഒന്ന് തുറന്ന് കാണിക്കാം. ഫോട്ടോ അയച്ചു കൊടുക്കും. അപ്പൊ ഈ വണ്ടി നമുക്ക് എത്ര രൂപ കൊടുക്കാം? അജു പറയണം. 2.5-2.5 കിട്ടുമോ? വേണ്ട, 1,90,000 രൂപ ഒന്ന് എടുത്തോണ്ട് വയ്ക്കും. 1,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വൃത്തിയുള്ള വണ്ടി. എത്ര ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ? ഇത് 1:40-45 ഓടിയിട്ടുണ്ടല്ലേ? വണ്ടി ചെക്ക് ചെയ്തോളൂ. ചെക്ക് ചെയ്ത് നിങ്ങൾ ഓടിച്ചു നോക്കി സംതൃപ്തിയാണെങ്കിൽ മാത്രം ഈ വണ്ടി എടുത്താൽ മതി. മനസ്സിലാവുന്നില്ലേ? പുള്ളിങ് നോക്കുക, നിങ്ങൾ കട്ടുള്ള റോഡ് ഓടിച്ചു നോക്കി, എല്ലാം ഓടിച്ചു നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. 1,90,000 രൂപ ആലോചിക്കണം. 1,90,000 നിങ്ങൾക്ക് 2011 ക്ലീൻ പീസ് വണ്ടി കിട്ടും കേട്ടോ. ശരിക്കും നമ്മുടെ ഫോഴ്സ് വാഗൻ ഒക്കെ ഒരു കാലം മാറിയപ്പോ ശരിക്കും പ്രീമിയം ആയി തന്നെ പറയാം അല്ലെ? തീർച്ചയായിട്ടും. പറഞ്ഞ വാക്കിനോട് 100% യോജിക്കും. അത് മാത്രല്ല, ഈ വണ്ടി കണ്ടാലും നിങ്ങൾ അത് പറയും. ടൈഗൺ ആണ്. ടൈഗൺ ഏതാ മോഡല്? ടൈഗൺ 2021 ടോപ്പ് ലൈൻ വണ്ടിയാണ്. ടോപ്പ് ലൈൻ, അതായത് അന്നിറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടി. അന്നിറങ്ങിയ ഏറ്റവും മാനുവലിനകത്ത് ഏറ്റവും ടോപ്പ് വരും. 15/11/2021 ലാസ്റ്റ് വണ്ടിയല്ലേ? പിന്നെ എക്സ്റ്റൻഡ് വാറന്റി 2026 വരെയുള്ള വണ്ടി ഉണ്ട്. ₹1 നിങ്ങൾക്ക് ചെലവാക്കേണ്ട എന്ത് പണി വന്നാലും കമ്പനി തന്നെ ഇത് റെഡി എല്ലാം ചെയ്തോളൂ അല്ലെ? 26 വരെ ഒന്നും ചെയ്യണ്ട. പിന്നെ പെട്രോൾ ആണ്.
ഒരു 10 മുതൽ 15 ഇടയ്ക്ക് മൈലേജ് കിട്ടും. 16 മൈലേജ് ഞാൻ എറണാകുളം പോയിട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടും. ഹൈവേയിൽ കിട്ടും. ഇവിടെ നമ്മൾ ഇവിടേക്കാണ് ഒരു 14 മൈലേജ് കിട്ടും. 14, 13, 10 മുതൽ 14 വരെ. കാരണം നമ്മൾ ഓടിക്കുന്ന പോലെ അല്ല പലരും അതെ അതെ അതെ. അപ്പോൾ ആ ഒരു മൈലേജ് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കിട്ടും ഈ പറഞ്ഞതിന്റെ ഇടയിൽ. ബാക്കി നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചുണ്ടാവും അല്ലേ? അതെ അതെ. ഇത് ഓടിയത് എത്രയാ? ഇത് 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ 45,000 സർവീസ് നമ്മൾ നേരത്തെ കൂട്ടി ചെയ്തു അല്ലേ? അതെ. ഓക്കെ. ഒരു അപാകതയിലുള്ള ഒന്നുമില്ല. ഇത് പുതിയ എന്ത് വില ഉണ്ട്? 19.5 ലക്ഷം വിലയുണ്ട്. ഇത് AC പവർ സ്റ്റിയറിംഗ്, 4 പവറിന്റെ ABS എയർ ബാഗ് അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോളർ, ക്രൂസ് കൺട്രോളർ, സൺറൂഫ് വരെയുള്ള വണ്ടിയാണ്. 19.5 ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്ന വണ്ടി നമുക്ക് ഇത് 13 ലക്ഷം രൂപ കൊടുത്തേക്കാം. 13 ലക്ഷം രൂപ ഓഫർ പറയൂ. 13 ലക്ഷം രൂപയ്ക്കകത്ത് ഇതിനകത്ത് എക്സ്റ്റൻഡ് ഓഫറൊക്കെ വാറന്റി ഒക്കെ ഉണ്ടായിട്ട് 26 വാറന്റി, അത് ഞാൻ പറയുന്നില്ല. എന്നാലും വരുന്നവർക്ക് ഞാൻ ഒരു 25,000 രൂപ ഓഫർ കൊടുത്തേക്കാം. 12,75 കൊടുക്കാം. 12,75 അത് ഫൈനൽ. അതെ അതെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിക്കോളൂ. 12,70,000 നിങ്ങൾ ആലോചിക്കണം. ഏകദേശം നിങ്ങൾക്ക് ഒരു 7 ലക്ഷം രൂപ വിലയുണ്ട്. അതെ അതെ അതെ. ആ ഒരു ഡിപ്രീസിയേഷനിൽ നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ക്ലീൻ വണ്ടി, പുത്തൻ വണ്ടി, ഒരു പ്രശ്നമില്ലാത്തത്. ഇത് മാക്സിമം ലോണും കയറില്ലേ? തീർച്ചയായിട്ടും 12.5 കേട്ടോ. ഇനി ഇതാണെങ്കിലോ 2017 ZA പ്ലസ് മാനുവൽ അല്ലേ? മാനുവൽ അല്ലേ? നമ്മുടെ ഇതേ മോഡൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നില്ല ഇവിടെ? അത് പോയി അല്ലേ? പിന്നെ ഇത് 17 ബ്രസ ZA പ്ലസ് 17 ZA പ്ലസ് ആണ്. ZA പ്ലസ് എന്ന് പറയുമ്പോൾ അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. മറ്റേ ഡുവൽ ടൂൺ കളറൊക്കെയാണ്. അതെ അതെ. ഡീസലാണ്. നല്ല മൈലേജ് കിട്ടും. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസ് ഉണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇപ്പൊ ഇത് എല്ലാവരും നോക്കുന്നതെന്ന് പറഞ്ഞാൽ മൈലേജ് ഉള്ള ഒരു കോമ്പാക്ട് SUV ഇതൊക്കെ തന്നെ ഉള്ളൂ അല്ലേ? അതെ അതെ കറക്റ്റ്. പിന്നെ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു ഫൈനൽ പ്രൈസ് ആണ് 7.25 ലക്ഷം രൂപ. 7,25,000. 17 ZA പ്ലസ് ആണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചു കൊടുക്കും. നമ്മുടെ വീഡിയോ ആണെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തോട് അടുത്ത് വരുമ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെ? വേറെ ഈ വിലക്ക് നമുക്ക് വർത്ത് തന്നെയാണ് ഒരു കസ്റ്റമർ ZA പ്ലസ് എന്ന് പറയുന്നത്. പുഷ്പ ടെസ്റ്റായിട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. നീറ്റ് വണ്ടിയാണ്. നിങ്ങൾ വന്ന് നോക്കിയിട്ട് മാത്രം എടുത്താൽ മാക്സിമം ലോണും കയറും. ഏറെക്കുറെ ഈ വണ്ടി അഡ്വാൻസ് ആയ വണ്ടിയാണ്. ലോൺ കൊടുത്തിട്ടുണ്ടോ? ലോണല്ല, റെഡി ക്യാഷ്. 10ാം തീയതി എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. എന്നാലും ഞാൻ പറയണേ 2019 ZA പ്ലസ് തന്നെയാണ്. ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയായിരുന്നു. ഈ വണ്ടി 9,10,000 രൂപയ്ക്ക് ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ 9 10 എന്നുള്ളതാണെങ്കിൽ 9 രൂപയാണ് നമുക്ക് കൊടുക്കാം. പിന്നെ വേറെ കാര്യം പറഞ്ഞുതരാം. ഇൻ കേസ് ഇതിപ്പോ സെയിൽ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് വേറെ വണ്ടി ഉണ്ട് ഈ സെയിം റേറ്റിലൊക്കെ. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് സെയിം എന്ന് പറയല്ലേ, അത് കിട്ടുന്നില്ല സാധനം. അല്ല വേറെ 1-2 ഉണ്ടെന്ന് പറഞ്ഞില്ല? പോയി കൊടുത്തോ? എല്ലാം പോയി. എന്നാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ടെ. നിങ്ങൾക്ക് കഴിഞ്ഞോട്ടം അജു നമ്മള് വീഡിയോ ഇട്ട് ഒരു 10 സ്വിഫ്റ്റിംഗ് നിരന്ന് ഓർമ്മയില്ലേ? ഒരു സ്വിഫ്റ്റിംഗ് ഇവിടെ ഇപ്പൊ ഇല്ല. അത് ഇട്ടിട്ട് നമ്മളിപ്പോ 1 മാസം ആവുമോ വീഡിയോ ഇട്ടോ? ഒരു മാസമായി കാണും അല്ലെ? അതായത് ഏകദേശം ഒരു 5-8 അല്ല 10 നിരത്തിയിട്ടിരുന്നു. അതിന്റെ അകത്ത് കുറെ ബിരുദന്മാർ കമന്റ് ഇട്ടിരുന്നു, ഇതൊക്കെ ആരെങ്കിലും മേടിക്കുമോ ഈ വിലക്ക് എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ പറഞ്ഞതിൽ 5,000-10,000 കുറച്ച് മുഴുവൻ വണ്ടിയും ഇവിടെ വിറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കമന്റ്, അതായത് ഒരു ബോധവും ഇല്ലാണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു വണ്ടിന്റെ വിലയോ കാര്യങ്ങളോ പ്ലസ് ഓട്ടോമാറ്റിക് 7 ലക്ഷം രൂപ പുതിയ ഉള്ളൂ പറയുന്നത്. ഞാൻ അന്നും പറഞ്ഞു 11.5 ലക്ഷം രൂപ ഓൺ റോഡ് വിലയുള്ള വണ്ടിയാണ്. ക്രൂസ് കൺട്രോൾ ഒക്കെ ഉള്ള വണ്ടി. ക്രൂസ് കൺട്രോൾ ഉള്ള വണ്ടി. അതെ അതെ അതെ. അപ്പൊ ഒരു ഐഡിയ ഇല്ലാണ്ട് നിങ്ങൾ ഈ കമന്റ് ഇടുന്ന സമയത്ത് അത് ഒരുപാട് അധികം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അപ്പോൾ നല്ലവർക്ക് എടുക്കണം ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരില്ല. പക്ഷെ ബോധമുള്ളവർ വന്ന് എടുത്തോണ്ടും പോകും. മുഴുവൻ നമ്മളിപ്പോ പോയത് കംപ്ലീറ്റ് കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂര് ആ ഭാഗത്തൊക്കെയാണ് വണ്ടി പോയത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇനിയും വണ്ടികൾ അവൈലബിൾ ആണ്. ഒരുപാട് വണ്ടികൾ ഇവിടെ കിട്ടും. കോൺടാക്ട് ചെയ്തോളൂ. ഇപ്പൊ നിലവിൽ ഇപ്പൊ അന്നുണ്ടായിരുന്ന വണ്ടികളെല്ലാം വിറ്റു. ഇനി അടുത്ത് വരാനുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു ട്രസ്റ്റ് വാല്യൂവിൽ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടി ക്രെറ്റയാണ്. 2016 SX വണ്ടിയാണ്. 16 SX ആണ്. സിംഗിൾ ഓണർ വണ്ടി. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. SX ഓപ്ഷൻ SX ആണ് വണ്ടി. ഇത് നമ്മൾ കസ്റ്റമറോട് വില പറഞ്ഞൊരു ധാരണയാവാത്തോണ്ട് പുള്ളി നമ്മളെ ഇവിടുത്തെ ഒരു പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അപ്പൊ ആ പുള്ളി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയേക്കാണ്. പുള്ളിക്ക് 8 ലക്ഷം രൂപ കൊടുക്കണം. 8 ലക്ഷം രൂപ. അതെ. 16 മോഡൽ SX ഓടിയത് 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം ഓടിയ ഡീസൽ വണ്ടി. അതെ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എല്ലാവരും കമ്പനി ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിന്റെ സർവീസ് എടുക്കാതെ അപ് ടു ഡേറ്റ് സർവീസ് ആണ്. നമ്പറൊക്കെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് നമ്പർ. ഓക്കെ.
ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അല്ലാതെ സുഹേൽ മാനെ വിളിച്ചിട്ട് നമ്പർ അയച്ചു തരും. ഇതല്ലേ ഹിസ്റ്ററി വേണമെങ്കിൽ അതും തരും. എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി 8 ലക്ഷം രൂപയ്ക്ക് അല്ലേ? 8 ലക്ഷം രൂപയ്ക്ക്. ഡോക്ടർ ആകുമ്പോൾ കുറച്ച് തരുമോ എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. മാക്സിമം എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് വാങ്ങിച്ച് കസ്റ്റമറിന് കൊടുക്കാം അല്ലേ? അപ്പോൾ ഡോക്ടർ മാക്സിമം നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ സംസാരിച്ചാൽ മതി. അപ്പോൾ എന്തായാലും 8 ലക്ഷം രൂപയ്ക്ക് 2016 SX ഡീസൽ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ കൊല്ലത്ത് നിന്നുള്ള ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വണ്ടികൾ കാണിച്ചു അല്ലേ? ഇഷ്ടംപോലെ. ഇനി ഒരു എപ്പിസോഡ് കൂടി നിങ്ങളെ കാണിക്കാനുണ്ട്. അത് അടുത്തായിട്ട് വരും. കുറച്ച് കുറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരുപാട് വണ്ടികൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് മിസ് ചെയ്യാണ്ട് കണ്ടോളൂ. നല്ല വണ്ടികൾ വേണ്ടവർ വരട്ടെ അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കണം നമ്മളെ ആൾക്കാർക്ക് മാക്സിമം വില കുറച്ചേ കൊടുക്കാറുള്ളൂ. നമ്മളെ കസ്റ്റമർ എല്ലാവരും ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നില്ല? അതെ, നിങ്ങൾ ധൈര്യമായിട്ട് പോര്. വണ്ടിയുടെ കാര്യത്തിലൊക്കെ 100% ഗ്യാരണ്ടിയോട് കൂടി വിത്ത് വാറണ്ടി നിങ്ങൾക്ക് വണ്ടി തന്നുവിടും. കൊല്ലത്ത് വരിക, സുഹേൽ ബ്രോനെ വിളിക്കുക, ഇവിടെ വരിക, ഏതാ വേണ്ട എടുത്തുകൊണ്ട് പോയി. ഇനി നിങ്ങൾക്ക് വരാൻ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും. ജസ്റ്റ് നിങ്ങൾ വന്ന് വണ്ടി കണ്ട് ഡീല് ഉറപ്പിച്ചിട്ട് പോകുക അല്ലേ? മാക്സിമം വന്ന് നോക്കുക. ഈ വന്ന് നോക്കാണ്ടൊക്കെ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ വിശ്വാസം കൊണ്ടായിരിക്കും എടുക്കുന്നത്. അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡബിൾ അല്ല അല്ലേ? ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. മൈൻഡപ്പ് ചെയ്തേക്കാം. വെയിലാണ്, ഒരു എപ്പിസോഡ് കൂടെ എടുക്കാനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടലം വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും